The panoramic hill of Malabar in the northern Kerala is a homeland of various tribal communities. We live in an era which speaks about global warming, but here we see communities living one with nature. They depend on forest for making a living and live in houses made of bamboos. Kurumas, the most versatile and colorful tribal people, is one of the rarest artisan tribes in Kerala. Kurumas are the best skilled craftsmen in making baskets. These baskets vary from household uses to the artistic purposes. This skill is acquired from ancestors and is passed on to the future generations. Grass, which is used for making baskets, are collected from river banks and forests. Both the dried as well as raw grass are used in the purpose of making these baskets. എൻ പേര് ശില്പ. പിന്നെ അതിന് എറമാരോട് ഇതിന് പേര് മീനുൽ കൊട്ടയമ്പിയോ. പിന്നെ ഇതിന് എറമാടിൽ ഒരു തര പുല്ല് പോടു, ഒന്ന് പച്ചപ്പുല്ല് പോടു, ഒന്നൊന്തിക്ക് എങ്ങിനി പുല്ല് പോടു. അനന്താണ് ഇതിന് എറമാടിൽ പച്ചനെ. പിന്നെ ഇങ്ങനെ കാര്യം നാൾ മുതൽ അജ്ജുകു തമ്മയും എർമാൻ ബന്ധടുക ഇന്ന ആണ് നാനോ ಕೆಟ್ಟನು ಇನ್ನು ಒಂದೊಂದು ಸಾನ ಒಂದೊಂದು ಇದ್ರಂತ ನಾನು ಯಾರು ಮಾಡಿ ಈ ಪುಲ್ಲಡ್ಲಿಯ കദ്ദല തൊരലെ തമ്മ പോതു കദ്ദല എന്തൊരു പോറ്റ് പോടു ഇനി അഡ്ലിയ പിന്നെ ನಂಗೆ ತೀರ್ಲ ಎಂಜಿ കിട്ടില്ല കദ്ദേർലെ തൊരലെ എന്തിട്ട് ജയിತೀവുದ പിന്നെ ಅಲ್ಲಿದ್ದ ತರ್ಚನ್ ನೋದು ಮಾಡ್ಲಿಯಂ ಪಟ್ಟನೆ ಆ ನಾಟು ಆ ಕಟ್ಟಿಯು ಭಾಗಂತಿರಿ കൊജ്ജൻ ചാട്ടു നൽപുള്ളു നോഞ്ഞു പാൽപ്പണ്ട നോഞ്ഞു ഒടിഞ്ഞു പകുതി എനിക്ക് നടുപ്പുതു പകുതി നൂലാട്ട് ഒಡ್ಲಿ പോരി കോളി പോരി പിന്നെ ഇದಂಗೆ ನೂಲಡ್ಲಿ പോരി ಅನೊಂದು ಅಂತಿಗೆ ಪಚ್ಚ ಅಡ್ಪುದು ಅದಲ್ದಂಗೆ ಎರ್ಮಾಡ್ಚನು ಎರ್ಮಾಡ್ಕು ಅನನು ನೂಲೋಡೆ ಎರ್ಮಾಂಜಿದು ಬೌಲ ಇದು ಪಚ್ಚಪುಲ್ಲ ಇದನ್ನ ಕೋಳಿ എടുക്കുക സൂചി ഇതിനെ തന്നെ ബെൽച്ചുൻ കോപ്പുക ഇത് എങ്ങിനിപ്പുള്ള ഇതിനെ തന്നെ റൗണ്ട് മെനി ഏറ്റു ഉಡ್ಲಿ ಅಲ್ಲಿ ಕಿತ್ತು ನೊಂಚನು ಎರ್ಮಾಡುಗ ഇത് വയനാടൻ മലനിരകൾക്കുള്ളിലെ പ്രകൃതിയെ പ്രണയിക്കുന്ന ജീവിതങ്ങൾ. ഒരു പക്ഷേ നാം കാണാതെ പോകുന്ന പ്രകൃതിയുടെ തുടിപ്പുകൾ. പ്രകൃതിയെ പ്രണയിക്കുമ്പോൾ പ്രകൃതിയുടെ മനോഹാരിത ദൃശ്യവിസ്മയ വിരുന്ന് ഒരുക്കുകയാണ്. പരിസ്ഥിതിയുടെ സംരക്ഷകരാകുന്ന ജീവിത ചിത്രങ്ങളാണ് ഇവർ. സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സ്രഷ്ടാവിൻ്റെ സ്നേഹ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞതാണ് എന്ന തിരിച്ചറിവായിരിക്കാം അവരെ പ്രകൃതിയെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും സംരക്ഷിക്കുവാനും സജ്ജരാക്കിയത്. ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ ഒരു അമൂല്യ ഗ്രന്ഥമാണ്. അതിലെ അക്ഷരങ്ങളാണ് ഓരോ സൃഷ്ടവസ്തുക്കളും. അതെ, നമ്മെ വിസ്മയിപ്പിക്കുന്ന അക്ഷരങ്ങൾ. പ്രകൃതി നൽകുന്ന വിസ്മയ ചിത്രങ്ങൾ കരങ്ങളിൽ വിരിയുമ്പോൾ കൗതുക കാഴ്ചകൾ ജനിക്കുന്ന ഇടമായി മാറുന്നു ഇവിടം. ചുറ്റുപാടുകളിൽ നിന്നും പ്രകൃതിയെ തലോടി ജീവിതത്തിൻ്റെ വഴി കണ്ടെത്തുമ്പോഴും പ്രകൃതിയുടെ കാവലാളായി ഇവർ ഇവിടെയുണ്ട്. ഈ വയനാട്ടിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിൽ ഭ്രമം തേടുന്ന നാടിനു മുന്നിൽ പ്രകൃതിക്ക് നാശം വിതയ്ക്കാത്ത കരവിരുതിൻ്റെ കാണാക്കാഴ്ചകളാണ് ഇവിടം സമ്മേളിക്കുന്നത്. അവരുടെ ഭാഷയിൽ പോലും ജീവിതഗന്ധം സ്ഫുരിക്കുന്നു. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമാകുന്നതിൻ്റെ നേർക്കാഴ്ചകൾ, കലർപ്പില്ലാത്ത ജീവിതത്തിൻ്റെ തിരുശേഷിപ്പുകൾ. പ്രകൃതി സമ്മാനിക്കുന്ന ചില വികൃതികൾ നമുക്ക് വിസ്മയമായി മാറുമ്പോൾ ജീവിത ചിത്രം മെടയുകയാണ് ഇവിടെ പച്ചയായ കുറേ മനുഷ്യർ. ഈ ജീവിതങ്ങൾ പ്രകൃതിയുടെ സംരക്ഷകരാണെന്ന് ആ വാക്കുകളിൽ തെളിയുന്നുണ്ട്. ഈ വയനാടൻ മലനിരകളിലെ പ്രകൃതിക്കൊപ്പം ജീവിക്കുന്നവരാണവർ.
ആ വാക്കുകളിൽ കച്ചവടത്തിൻ്റെയോ ലാഭനഷ്ടങ്ങളുടെയോ കണക്കുകളില്ല. പ്രകൃതി സ്നേഹവും ഒപ്പം ജീവിതത്തിനൊരു വഴികാട്ടിയാകുന്ന സൃഷ്ടപ്രപഞ്ചത്തോടുള്ള സ്നേഹവും കടപ്പാടും മാത്രം. മലിന സംസ്കാരത്തിൻ്റെ ഉടയാടകൾ അണിയാൻ അറിയാത്തവർ, വിരലുകളിൽ പ്രകൃതി നെയ്തെടുക്കുന്നവർ, നിസാരമായ ചെറുപുല്ലിൽ വിരലുകൾ തലോടുമ്പോൾ പൂർണ്ണതയിൽ വിവരണാതീതമായ കാലാതീതമാകുന്ന കാവ്യവിസ്മയം നെയ്യുകയാണ് ഇവർ. This sort of traditional crafts works calls for a move towards nature. Let us join together to encourage these traditional forms of creativity and art, which even gives an answer for modern global warming.